നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് ഭാരത് ലൈവിൽ നമ്മളോടൊപ്പം ഒരു പുതിയ അതിഥി എത്തിയിട്ടുണ്ട്. അദ്ദേഹം സംസ്ഥാന പോലീസിൽ നിന്ന് AIG ഹെഡ്ക്വാർട്ടേഴ്സ് AIG ആയിട്ട് റിട്ടയർ ചെയ്ത ശ്രീ V. ഗോപാലകൃഷ്ണൻ IPS റിട്ടയർഡ്. നമസ്കാരം സാർ. അങ്ങേക്ക് സ്വാഗതം. വന്ദേ മാതരം. സാറ് അങ്ങ് കൂടുതലും ഈ വിദേശ വിഷയങ്ങളും നയതന്ത്ര വിഷയങ്ങളുമൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. ഒപ്പം പ്രതിരോധ പോലീസിൽ ചേരുന്നതിന് മുമ്പ് ഞാൻ ക്വിസ് മാസ്റ്റർ ആയിരുന്നു തിരുവനന്തപുരത്ത്. ഞാൻ അങ്ങനെ മുമ്പൊരിക്കൽ സംസാരിക്കുമ്പോൾ അത് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒപ്പം തന്നെ പ്രതിരോധ മേഖലയിലെ ചില വിഷയങ്ങളും അങ്ങ് കൈകാര്യം ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ ഈ സമീപകാലത്ത് നമ്മൾ ഒരു ബാലിസ്റ്റിക് മിസൈൽ അഗ്നി 6, ഈ അഗ്നിയുടെ പല പതിപ്പുകൾ നമ്മുടെ കൈവശമുണ്ട്. ഹ്രസ്വദൂരം ഉണ്ട്, ദീർഘദൂരമുണ്ട്. അതിലിപ്പം ഏറ്റവും ദൂരത്ത് സഞ്ചരിക്കാൻ കഴിയുന്ന, ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ബാലിസ്റ്റിക് മിസൈൽ നമ്മൾ പരീക്ഷിച്ചതായിട്ട് ഏതാണ്ട് ഇപ്പോൾ ഒരു 10-12 ദിവസങ്ങളായി അതിനെ സംബന്ധിച്ച്. പക്ഷേ എന്തുകൊണ്ടോ അതിനെ സംബന്ധിച്ച് വിശദമായ വാർത്തകളോ വിശകലനങ്ങളോ ഒന്നും നമ്മുടെ ചാനലുകളിലോ മറ്റു മാധ്യമങ്ങളിലോ വന്നില്ല. എന്താണ് സാർ ഈ അഗ്നി 6ൻ്റെ പ്രത്യേകത? പ്രശാന്ത് പറഞ്ഞാൽ ശരിയാണ്. നമ്മുടെ ഒരു മീഡിയയിലും ഈവൻ ചാനലിലും ഒന്നും ഇന്ത്യയിൽ വന്നിട്ടില്ല. ചെറിയ വാർത്തയുള്ളൂ. എന്താണ് ആഴത്തിൽ പരിശോധിച്ചിട്ടില്ല. പക്ഷെ അത് ചിലപ്പോൾ നമ്മുടെ രാജ്യ താല്പര്യങ്ങളെ മുൻനിർത്തിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു സാധ്യത. പക്ഷെ നമുക്ക് പറയാമല്ലോ, നമ്മൾ സയന്റിസ്റ്റ് ഒന്നും അല്ലല്ലോ. അപ്പൊ നമുക്ക് പറയാമല്ലോ നമ്മൾ മനസ്സിലാക്കിയത്. ഈ നമ്മൾ പ്രേക്ഷകരുടെ ഒരു പൊതുവിജ്ഞാനത്തിലേക്ക് എത്തുന്ന പൊതുവിജ്ഞാനത്തിൽ നമ്മളെ എത്തണം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്തെടുക്കുന്നതല്ല. ഞാനത് അങ്ങനെ എടുക്കുന്നതല്ല. നമ്മൾ വിദേശത്ത് നിന്ന് ഇന്ത്യയെ നിരീക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞാൽ വിദേശ മാധ്യമങ്ങളും വിദേശ പോഡ്കാസ്റ്റ്, യൂട്യൂബ് മാത്രമല്ല, വിദേശ മാധ്യമങ്ങൾ, ഇപ്പൊ ന്യൂയോർക്ക് ടൈംസ്, ഗ്ലോബൽ ടൈംസ്, ഗ്ലോബൽ ടൈംസ്. അപ്പം ഇതെല്ലാം വായിച്ചിട്ട് അത് പലതും ഇന്ത്യക്കെതിരായിരിക്കും. അതിൽ നിന്ന് നമ്മൾ എടുക്കും, അതിൻ്റെ ക്രക്സ് എടുക്കും. അപ്പം അങ്ങനെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ അഗ്നി 6ൻ്റെ കൂടെ അടുത്തടുത്ത് 2-3 സംഭവങ്ങളുണ്ടായി. ഒരെണ്ണം നമുക്ക് വേറെ എപ്പിസോഡായിട്ട് പറയാം. മോഡിജിയുടെ 6 രാഷ്ട്രങ്ങളുടെ വിസിറ്റ്. അത് ഒരു വലിയ വിഷയം. അത് ഇതുമായിട്ട് ബന്ധമുള്ളതാണ്. അതായത് ഇന്ത്യ സൂപ്പർ പവർ. ഇപ്പം 3 സൂപ്പർ പവറേ ഉള്ളൂ. റഷ്യ, USA, അമേരിക്ക, ചൈന. അമേരിക്ക, റഷ്യ, ചൈനയുടെ പലതും ഈ ബ്ലോട്ടഡാണ്, അസത്യങ്ങൾ ഉള്ളതാണ്. അമേരിക്ക, റഷ്യ ഉള്ളതാണ്. ഈ പാകിസ്ഥാനും ചൈനയും ഒരുപാട് കള്ളം പറയും. അവർ ഈ വാർ ഇൻഫർമേഷൻ സ്ട്രാറ്റജിയാണ് എന്ന് പറഞ്ഞാൽ ഊന്ന് പോകണമെങ്കിൽ പറന്നു പോയെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുക. അത് പണ്ടേ ഉള്ളതാണ്. അതിലൊരു അഗ്രഗണ്യനാണ് ഈ പാകിസ്ഥാനും ചൈനയും. അപ്പോൾ അതുകൊണ്ട് ചൈന വലിയ സൂപ്പർ പവർ എന്നൊക്കെ പറയും. ഇതുവരെ ഒന്നും പ്രൂവണല്ല, ഒരിടത്തും ഒന്നും പ്രൂവണല്ല. റഷ്യയും USA അങ്ങനെ അല്ല, പ്രൂവണാണ് ആ രാജ്യങ്ങളുടെ, അവരുടെ ടെക്നോളജി. അപ്പം അവിടെ ഈ സൂപ്പർ പവർ സ്റ്റാറ്റസിൽ എത്തണമെങ്കിൽ 6 പാരാമീറ്റേഴ്സ് ഉണ്ട്. ഞാൻ എല്ലാം പറയുന്നില്ല, 6 പാരാമീറ്റേഴ്സ്. ഉദാഹരണം, ആ 6 പാരാമീറ്റേഴ്സ് എത്തുമ്പോഴാണ് ഒരു രാജ്യം സൂപ്പർ പവറായിട്ട് എത്തുന്നത്. ഉദാഹരണം, 6 പാരാമീറ്റേഴ്സിൽ ഓർമ്മയിലുള്ളത് മിലിറ്ററി പവർ, എക്കണോമിക് പവർ, പിന്നെ ഡിജിറ്റൽ പവർ എന്ന് പറയുന്ന ടെക്നിക്കൽ ടെക്നോളജി വൈസ്, അതായത് ചിപ്സ്, ഇലക്ട്രോണിക് പവർ അതാണ് നിങ്ങൾ പറഞ്ഞാണ് കറക്റ്റ്. ഇലക്ട്രോണിക് പവർ, ഇങ്ങനെ. പിന്നെ കൾച്ചർ വരും. അതും നല്ല റിച്ച് ട്രഡീഷൻസ്. പിന്നെ 2 ഉണ്ട്. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷെ ഈ ഞാനിപ്പോൾ പറഞ്ഞ ഇതൊക്കെയാണ് മിലിറ്ററി പവർ, എക്കോണമി, അതൊക്കെ ടോപ്പാണെങ്കിൽ നമ്മൾ സൂപ്പർ പവർ ആണെന്നുള്ളതാണ്. അപ്പം നമുക്ക് എക്കോണമി ഉണ്ട്. നമ്മൾ $4 ട്രില്യൺ കഴിഞ്ഞു.
മൂന്നാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ കൂടെ കൾച്ചറുണ്ട്, റിച്ച് കൾച്ചർ, അതെ, ഈ ബോളിവുഡ് അടക്കം കൾച്ചർ എന്ന് പറയുമ്പോൾ അതും വരും. പിന്നെ മിലിറ്ററി പവറാണ്. നമ്മൾ പല കാര്യങ്ങളിലും തേർഡോ, ചിലതിൽ സെക്കൻഡോ, ചിലതിൽ ഫോർത്തോ അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഈ ഇന്ത്യക്കൊരു കുഴപ്പമുണ്ട്. അതായത് ഈ ചൈന ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ, ചൈനയും പാകിസ്ഥാനും ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ നമ്മുടെ ഭാരതം ഒന്നും മിണ്ടില്ല, സൈലൻ്റാണ്. അത് എനിക്കതിനോട് യോജിപ്പില്ല. കാര്യം എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജി ആയിരിക്കില്ല. അല്ല, അത് ഇതും ഒരു സ്ട്രാറ്റജിയാണ്. ഞാൻ പറയുന്നത് ഈ ഇൻഫർമേഷൻ സ്ട്രാറ്റജി പറഞ്ഞ് പരത്തുന്നത് ഒരു പണ്ടേ ചാണക്യൻ്റെ കാലം തൊട്ടേ ഇല്ലെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ് തവള ഇങ്ങനെ പേടിപ്പിക്കണം കണ്ടിട്ടില്ലേ, പാമ്പിനെ ചേരയെ പേടിപ്പിക്കണം കണ്ടിട്ടില്ലേ, ഇങ്ങനെ ബ്ലോട്ട് ചെയ്ത്. അത്രയും ഇല്ലെങ്കിലും നമ്മൾ പറയണം. ഉദാഹരണം നമ്മുടെ സിന്ദൂർ ഒന്നും മിണ്ടിയില്ല. അമേരിക്ക, പിന്നെ ഓസ്ട്രേലിയ എന്നൊക്കെ എന്നെ പലരും വിളിച്ചു, അയ്യോ നമ്മുടെ രാജ്യത്തിന് എന്ത് പറ്റി? ഞാൻ എന്താ പ്രശ്നം? അയ്യോ അത് പാകിസ്ഥാൻ അവിടെ ബോംബിട്ടു, മിസൈലിട്ടു, ഭയങ്കര പ്രശ്നം. നമ്മളെ ഒന്നും നമ്മൾ മിണ്ടിയിട്ടില്ല. അത് തെറ്റാണെന്ന് ഞാൻ പറയും. നമ്മുടെ വാർ ഇൻഫർമേഷൻ സ്ട്രാറ്റജി മോശമാണ്. അപ്പോൾ അത്യാവശ്യം നമ്മളെ ഈ സൊസൈറ്റിയുടെ ഇതുപോലെ തന്നെയാണ്. പകുതി പടം അല്ല, കാൽ വിദ്യ തട്ടിപ്പ്. അത് ഈ രാജ്യങ്ങൾ ചെയ്യുന്നതിന്റെ നാലിലൊന്നേ പറയും. ഈ ചൈനയും പാകിസ്ഥാനും അങ്ങനെയാണ്. അപ്പൊ നാലിലൊന്ന് ചെയ്തിട്ട് അപ്പൊ അത്രയൊന്നും ഇല്ലെങ്കിലും നമ്മളെന്നാ അഗ്നിയുടെ കാര്യങ്ങളെങ്കിലും, അഗ്നി 6ന്റെ കാര്യങ്ങളെങ്കിലും നമ്മൾ പറയണം. പറഞ്ഞില്ലെങ്കിലും USA-ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും അറിയാം എന്തോന്നാണ് അഗ്നി. EU-നും അറിയാം, യൂറോപ്യൻ യൂണിയനും അവർക്കറിയാം. അപ്പം നമ്മൾ പറയാന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പം നമ്മുടെ ജനങ്ങളെങ്കിലും പറയട്ടെ. അതുകൊണ്ടാണ് ഞാനും നമ്മൾ അത് ആലോചിച്ചത് ഇതിനെപ്പറ്റി പറയാമെന്ന്. ഒരു കോമൺ മാൻസ് നോളജ്. അപ്പോൾ ഈ അഗ്നി 6 അതിൻ്റെ ശരിക്ക് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന 12,000. അപ്പം അഗ്നി 12,000 കിലോമീറ്റർ. അതെ, അഗ്നി 5-ന് തന്നെ 12,000 ഉണ്ട്. അത് നമ്മൾ ഈ കേരളകൗമുദിയിലും ടൈംസ് ഓഫ് ഇന്ത്യയിലും വായിക്കുന്നത് ഇവര് കൊടുത്തതാണ്. 8,000 ഡിഫൻസ് കൊടുക്കും. ആക്ച്വലി 8,000 അല്ല, അന്നേ 12,000 അഗ്നി 5-നുണ്ട്. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പലരും സാങ്ഷൻ കൊണ്ടുവരും, ആരുടെ പിടിയടാ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാക്കും, അസൂയാലുക്കൾ. അതുകൊണ്ടാണ് അത് കുറച്ച് പറഞ്ഞത്. അതുപോലെ തന്നെ ഇത് 12,000 അല്ല, 15,000 ആണ്. ഞാൻ എൻ്റെ സോഴ്സ് വഴി അന്വേഷിച്ചപ്പം നമുക്ക് പരിചയമുള്ളവരൊക്കെ പലയിടത്തുമൊക്കെ ഉണ്ടല്ലോ ഈ ഡിഫൻസ് മേഖലയിലൊക്കെ, DRDOയിലും ISROയിലും പലയിടത്തുമൊക്കെ ഉണ്ടല്ലോ. അപ്പം നമുക്ക് കാഷ്വൽ ടാക്കിന് കൺഫാബുലേഷൻ ഡ്യൂറിങ് മൈ കൺഫാബുലേഷൻസ് വിത്ത് ദം, അങ്ങനെയാണല്ലോ നമ്മൾ ഇതുപോലെ സംസാരിക്കാനുള്ള വിവരം കിട്ടുന്നത്. അല്ലാതെ നമുക്ക് വേറെ എവിടെ നിന്ന് കിട്ടാനാ? അപ്പോൾ അത് 14,000, ഈവൻ 15,000 എന്ന് വരെ പറയുന്നുണ്ട്. 15,000. അപ്പോൾ 12,000 പറഞ്ഞാൽ തന്നെ വാഷിങ്ടൺ, ന്യൂയോർക്ക്, ദ ഹോൾ USA ഈസ് വിത്തിൻ നമ്മുടെ റഡാറിലാണ്. നമ്മൾ ആരെയും പേടിപ്പിക്കാനൊന്നുമല്ല, പക്ഷേ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി, ഡെട്രൻറ്റ്. അപ്പം അഗ്നി 9 ഇത് വരുമ്പോൾ ലോഞ്ച് ചെയ്ത് സക്സസ് ആയപ്പം ഗ്ലോബൽ ഡിറ്ററൻറ്റ് സ്ട്രാറ്റജിക് സ്ട്രൈക്ക് കേപ്പബിലിറ്റി, GDPS, ഗ്ലോബൽ ഡിറ്ററൻറ്റ് സ്ട്രാറ്റജിക് സ്ട്രൈക്ക് കേപ്പബിലിറ്റി എത്തിക്കഴിഞ്ഞു നമ്മൾ. ഇതിന്റെ കൂട്ടത്തിൽ ഈ സൂപ്പർ പവർ ആണ് അഗ്നി 6. ഇങ്ങനൊരു ഒരു നേട്ടം കൈവരിക്കുന്ന ഒരു ആയുധമാണ്, ഒരു മിസൈലാണ്. അല്ല, അതിനകത്ത് വേറെ ഒരു ചെറിയ സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട്. അപ്പം ഈ ഗ്ലോബൽ GDPS അച്ചീവ് ചെയ്യുമ്പോഴത്തെ കൂട്ടത്തിൽ വേറെ 1-2 കാര്യങ്ങൾ കൂടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ സൂപ്പർ പവർ ആണുള്ള പാരാമീറ്റേഴ്സ്. അതിൽ വേറെ ഒന്ന് പറയുന്നത് ന്യൂക്ലിയർ ട്രയഡ്. അത് ഒരു പ്രധാനമാണ്. ന്യൂക്ലിയർ ട്രയഡ് ഇപ്പം ലോകത്തിൽ 4 രാജ്യങ്ങൾക്ക് മറ്റേ ഉള്ളൂ. അമേരിക്ക, റഷ്യ, ചൈന, ഇന്ത്യ. ഫ്രാൻസിനൊക്കെ ഇത് ഉണ്ടായിട്ട് കാര്യമില്ല, അവർക്ക് ശത്രുക്കളൊന്നും ഇല്ലല്ലോ, അവരാരെ അടിക്കാൻ. നമുക്കതല്ലല്ലോ, നമുക്ക് കട്ടക്ക് നിൽക്കില്ല. ചൈന നിൽക്കുന്നിടത്തോളം കാലം. പിന്നെ മാത്രമല്ല, ഇപ്പം ഏത് രാജ്യം എപ്പം ടോൺ മാറണമെന്ന് പറയാൻ നോക്കില്ല. കഴിഞ്ഞ ഒരു 5 വർഷത്തെ ഇപ്പോൾ റഷ്യ ഉക്രൈൻ വാർ, പിന്നെ അങ്ങനെ പല ഇറാൻ വാറൊക്കെ പരിശോധിക്കുമ്പോൾ USA ആണെങ്കിൽ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. നമ്മളെല്ലാവരും ട്രംപ് വരാൻ പ്രാർത്ഥിച്ചു.
ബൈഡൻ ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മളെ പോലുള്ളവർ. ട്രംപ് പക്ഷേ വന്നപ്പോ ബൈഡനാണ് ഭേദം. ഈ ട്രംപ് വന്നപ്പം അദ്ദേഹം നമ്മുടെ അടുത്ത് വന്നിരുന്നു. നമ്മൾ ട്രംപിനെ കുറ്റം പറയുന്നതല്ല. ട്രംപ് ഒരു ഒരു ട്രൂ ബ്ലൂ യാങ്കിയാണ്, അമേരിക്കനാണ്, അമേരിക്കയുടെ ഇൻട്രസ്റ്റ്. അതേപോലെ ഇപ്പുറത്തും അതുപോലെ തന്നെ മോഡിജി ട്രൂ ബ്ലൂ ഇന്ത്യൻ പെട്രിയോട്ടാണ്, നമ്മുടെ ഇൻട്രസ്റ്റിന് എതിരായിട്ടുള്ള ഒന്നും ചെയ്യില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ ക്ലാഷ് ആയപ്പം അമേരിക്ക നമുക്ക് എഗൻസ്റ്റായി. USA നമ്മുടെ അടുത്ത് വന്നു ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്നാൽ ശരി കാണിച്ചു തരാമെന്ന് പറഞ്ഞു USA മുനീറിനെ വിളിച്ചുകൊണ്ട് അവിടെ കൊണ്ടുപോയി മടിയിരുത്തി. അതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം. ബംഗ്ലാദേശിൽ പ്രശ്നം ഉണ്ടാക്കി USA, നോർത്ത് ഈസ്റ്റ്, പിന്നെ വേറെ പല ഇതൊക്കെ കേൾക്കുന്നു. നമുക്ക് എത്രമാത്രം ശരിയെന്ന് അറിഞ്ഞൂടാ. പിന്നെ ആരെയൊക്കെ കൊല്ലാൻ പെൻറ്റഗൺ CIA ആളയച്ചെന്നോ. പിന്നെ പാസ്റ്റ് ഹിസ്റ്ററിയൊക്കെ നോക്കുമ്പം വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും വയ്യ. അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് പിന്നെ നാളെ പിന്നെ അമേരിക്ക ഒരു പ്രധാന USA ഈ USA പബ്ലിക് നല്ല ആളുകളാണ്. അവർ എല്ലാ രാജ്യക്കാരെയും എടുക്കുന്നവരാണ്. നമ്മൾ പോലും അത് ചെയ്യുന്നില്ല. നമ്മളിവിടെ വേറെ ആരെങ്കിലും സിറ്റിസൺഷിപ്പ് കൊടുക്കുമോ? ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടല്ല, കൊടുക്കില്ല, നിവൃത്തി ഉണ്ടെങ്കിൽ കൊടുക്കില്ല. അപ്പം പക്ഷേ USA എന്ന് പറഞ്ഞാൽ ലോകത്തിൽ എല്ലാവരെയും അബ്സോർബ് ചെയ്ത എല്ലാ സൊസൈറ്റി, എല്ലാ രാജ്യങ്ങളിൽ നിന്ന് അതൊരു നല്ല സംഗതിയാണ്, നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. പക്ഷേ ട്രംപ് ഈ ചാൾസ് ഡി ഗോൾ പഴയ ഫ്രഞ്ച് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, ഫ്രാൻസ് ഹാസ് നോ ഫ്രണ്ട്സ്, ഫ്രാൻസ് ഹാസ് ഓൺലി ഇൻട്രസ്റ്റ്. അത് കോട്ട് ചെയ്ത് വേറെ പലരും കിസിഞ്ചർ എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹമാണ് ആദ്യം ഇത് പറഞ്ഞത്. അപ്പോൾ അമേരിക്കയ്ക്ക് അതാണ് താല്പര്യങ്ങളാണ്. അവർക്ക് സ്ഥിരമായിട്ട് ശത്രുവുമില്ല, മിത്രവുമില്ല, സ്ഥിരമായിട്ട് മിത്രവുമില്ല. ഇപ്പം നമുക്ക് ഫ്രെനിമിയാണ്, ഫ്രണ്ടും അല്ല എനിമിയല്ല, ഫ്രെനിമി എന്ന് പറയാം. ആ ഒരു സ്റ്റാറ്റസിലാണ് ഇപ്പോൾ ട്രംപ് വന്ന ശേഷം അമേരിക്ക നിൽക്കുന്നത്. നമ്മുടെ നിന്ന് പൈസ വാങ്ങിയിട്ട് പോലും മില്യൺസ് ഓഫ് ഡോളേഴ്സ് കൈപ്പറ്റിയിട്ട് പോലും മറ്റേ പ്ലെയിൻ്റെ എഞ്ചിൻ തന്നില്ല. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ജി എഞ്ചിൻ അങ്ങനെയൊക്കെ ഒരുപാട് വിമാനത്തിന് വേണ്ടി ഒന്നും നമുക്ക് തരില്ല. മാത്രമല്ല തരും പക്ഷെ അതല്ലല്ലോ, നമുക്ക് ടെക്നോളജി ട്രാൻസ്ഫർ ഇല്ല. നമുക്ക് ഇന്ത്യ ഇപ്പോൾ മോഡിജി വന്ന ശേഷം ടെക്നോളജി ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അല്ലാതെ സ്പെയർ പാർട്സിന് വേണ്ടി സ്പെയർ പാർട്സ് പ്ലീസ് എന്ന് ചോദിച്ചുകൊണ്ട് നിന്ന് റഷ്യ പോലും നമ്മളെ തിരസ്കരിച്ചു, സ്പെയർ പാർട്സ് ചോദിച്ചു. അതുകൊണ്ടാണ് ഈ ആത്മനിർഭർ സ്കീമൊക്കെ കൊണ്ടുവന്നത്, സ്വന്തമായിട്ട് മാനുഫാക്ചറിങ്. അപ്പോൾ ഈ പല വിധത്തിലും നമ്മളെ USA ബുദ്ധിമുട്ടിക്കുന്നു. പിന്നെ ഇപ്പോൾ ട്രംപ് അന്ന് സിന്ദൂറിൽ വിളിച്ച് നമ്മൾ കേട്ടില്ലായിരുന്നെങ്കിലോ? ട്രംപ് വിളിച്ച് പറഞ്ഞ് നിർത്തു, അത് കുഴപ്പമാണ്. അദ്ദേഹം വിളിച്ചതിന് വേറൊരു കാരണമുണ്ട്, കുറച്ച് അമേരിക്കക്കാർ കൊല്ലപ്പെട്ടു എന്ന്. ഞാൻ കമാൻഡ് സെൻറ്റർ അമേരിക്കയുടെ കീഴിലായിരുന്നു. ഇത് നമുക്ക് പോലും അറിഞ്ഞൂടായിരുന്നു. മറ്റേ നൂർഖാൻ ബേസിൽ ഇവരുടെ ന്യൂക്ലിയർ, പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ഇതെല്ലാം കൂടെ USA മാനേജ് ചെയ്യുന്നു. പിന്നെ F-16 ടെക്നീഷ്യൻസ് അവിടെ ഉണ്ടായിരുന്നു. ഇത് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ഇതൊരു ചതിയാണ് USA നമ്മളോട് ചെയ്തത്, ഇന്ത്യയോട് ചെയ്തതൊരു ചതിയാണ്. അത് നമ്മളൊരിക്കലും അവർക്ക് എനിമിക്കലല്ല, പക്ഷെ ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ അവരിൽ കുറച്ച് പേര് കൊല്ലപ്പെട്ടു USA എന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിലയബിൾ സോഴ്സ് എന്ന് പറഞ്ഞാൽ അതാണ് ട്രംപ് ഭയങ്കരമായിട്ട് അപ്പോൾ ഫ്രാൻറ്റിക്കായിട്ട് ഇവിടെ വിളിച്ചത്. ഈ ബോഡി ബാഗ് അങ്ങ് ചെല്ലുമല്ലോ, അപ്പോൾ പ്രശ്നമാവും. പിന്നെ നമുക്ക് ശരി കൊടുക്കേണ്ടത് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നിർത്തി. പക്ഷെ നമ്മൾ കേട്ടില്ലായിരുന്നെങ്കിലും അപ്പോൾ പിന്നെ USA എന്ത് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ പക്ഷേ സാർ അന്ന് ആ വിഷയത്തിൽ USA വിളിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത് പാകിസ്ഥാന്റെ DGMOയോട് വിളിക്കാൻ പറയും. അത് വേറെ പ്രശ്നം. അത് നമ്മൾ നിർത്തൂല എന്ന് പറഞ്ഞില്ലല്ലോ, നിർത്താം, അവൻ വിളിക്കട്ടെ എന്ന് പറഞ്ഞു. അവനാണല്ലോ തുടങ്ങിയത്. അത് അത് അങ്ങനെ നമ്മൾ ട്രംപ് ഇടപെട്ടെന്ന് നമുക്ക് പറയാൻ ഒക്കില്ല. അയാൾ വിളിച്ച് കരഞ്ഞപ്പം നമ്മൾ DGMO വിളിച്ചോ, പാകിസ്ഥാൻ DGMO വിളിച്ചപ്പോൾ നമ്മൾ ഓക്കെ, നമ്മുടെ പർപ്പസ് കഴിഞ്ഞു. അവരുടെ ന്യൂക്ലിയർ കമാൻഡ് സെന്ററും തകർന്നു അവരുടെ. അവർക്ക് ഡെലിവറി ഉണ്ട്, ഈ സാധനം വെളിയിൽ കൊണ്ടുവന്ന് ഡെലിവറി ഉണ്ട്. ഈ സാധനം അകത്തിരിക്കുകയാണ്, ജോഡിപ്പിച്ചിട്ടില്ല. ഇതെല്ലാം അകത്തിരിക്കുകയാണ്. അത് ഈ അമേരിക്കൻസിന്റെ കൺട്രോളിലാണ്. ഈ പാകിസ്ഥാനെ അമേരിക്കയ്ക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് എപ്പോഴും ഒരു കൺട്രോളുണ്ട് ഈ ന്യൂക്ലിയർ. അത് വെളിയിൽ പറയില്ല, അതൊരു സത്യമാണ്. എന്നിട്ട് പാകിസ്ഥാൻ ചുമ്മാ പറയും നമ്മുടെ കയ്യിൽ മറ്റതുണ്ട് മറിച്ചുണ്ട്. ഈ വാർ ഇൻഫർമേഷൻ സ്ട്രാറ്റജി, വ്യാജ പ്രചരണങ്ങൾ, അത് നമ്മുടെ ഇന്ത്യക്ക് അറിയാം.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ നമുക്കൊരു ഡിറ്ററൻസ് പവറില്ല. ഈ ഇന്ത്യക്ക് അമേരിക്കയുടെ പുറത്ത് ഒരു ഡിറ്ററൻസ് പവറില്ല. ഉദാഹരണം ഇപ്പോൾ നമ്മുടെ ഡിഗോ ഗാർഷ്യ ഇവിടുന്ന് ഒരു 1300-1400 കിലോമീറ്റർ ട്രിവാൻഡ്രത്തുനിന്ന്. അവിടെ അവർക്ക് ബേസ് ഉണ്ട്. ഏറ്റവും അടുത്ത ബേസ് ഡിഗോ ഗാർഷ്യയാണ്, ഗൾഫല്ല, മറ്റേ ഖത്തർ ഒന്നുമല്ല, ഈ ഡിഗോ ഗാർഷ്യയാണ്. അപ്പം അതൊരു നമുക്കൊരു എന്നും ഒരു ത്രെട്ടാണ്, ഡെമോക്രസിൻ്റെ വാളാണ്. അപ്പം ഇപ്പോൾ ഇറാൻ ആക്രമിക്കാൻ തന്നെ ഇവിടുന്നാണ് പോയെന്ന് പറയപ്പെടുന്നു. ഡിഗോ ഗാർഷ്യ എന്നാണ് മറ്റേ ബി സ്ട്രാറ്റോ ബോംബർ, മറ്റേ ഡീപ് പെനട്രേഷൻ ആ ബോംബർ വന്നത് അവിടെ നിന്നാണ്, മറ്റേ ബസ്റ്റർ ബോംബർ. അപ്പോൾ അത് ആ പ്ലെയിൻ ഇവിടുന്ന് വന്നെന്നാണ് പറയപ്പെടുന്നത്. എനിവേ നമുക്കെന്നും ഒരു പാരയാണ് ഈ 1300 കിലോമീറ്റർ ദൂരെ ബേസ്. അപ്പോൾ ഈ ഇറാൻ എന്തിനാണ് ഈ ഖത്തറിനെയും മറ്റേ UAE ഒക്കെ ആക്രമിച്ച? അവരെ ആക്രമിക്കാൻ നിവർത്തിയില്ല. ആരെ? US മെയിൻ കോണ്ടിനെന്റിനെ അവർക്ക് ആക്രമിക്കാൻ. എന്നാൽ പിന്നെ നിങ്ങളുടെ ആളുകളല്ലേ, എന്നാൽ ഞങ്ങൾ അവരെ ആക്രമിക്കാം. അതാണ് ഇവരുടെ മിസൈൽ അവിടെ എത്തില്ല. അപ്പം അതേ ഒരു സിറ്റുവേഷൻ നാളെ ഇത് ഫ്ലൂയിഡാണ് ഈ ജിയോ പൊളിറ്റിക്സ്. എപ്പം കൂറുമാറും, എങ്ങനെ ഒഴുകും. നമുക്ക് ഒരു കാര്യം പറയാം, ജപ്പാനും ഇസ്രായേലും ഒരിക്കലും ഇന്ത്യ ആക്രമിക്കില്ല, അത് നല്ല ഷുവറാണ്. പക്ഷെ ബാക്കിയുള്ള രാഷ്ട്രങ്ങൾ ഇന്ത്യ ആക്രമിക്കില്ല എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഫ്രണ്ട്ലി ആയിട്ടിരിക്കുന്നവർ ചിലപ്പം തിരിഞ്ഞെന്നിരിക്കും. ഇപ്പം നമ്മൾ ഭയങ്കര സ്നേഹമാണ്, കെട്ടിപ്പിടിക്കും, പ്യൂട്ടിനും മോഡിജി, അതെല്ലാം ശരിയാണ്. പക്ഷേ അവർ ചെറുതായിട്ട് അനക്കം വെച്ച് തുടങ്ങി പാകിസ്ഥാനുമായിട്ട്. ഈ പാകിസ്ഥാൻ്റെ JF-17 എന്ന് പറഞ്ഞൊരു എയർക്രാഫ്റ്റ് ഉണ്ട്. ഇത് സാധനം എന്തോന്നറിയാം, അത് നമ്മുടെ മീഡിയ ഇവിടെ നമ്മുടെ ജനങ്ങളെ ബോധവൽക്കരിച്ചിട്ടില്ല. റഷ്യൻ ടെക്നോളജി ചോദിച്ചു ഇവർ പാകിസ്ഥാൻ. അപ്പം റഷ്യ പറഞ്ഞു ഞങ്ങൾ ഇന്ത്യയായിട്ട് ഭയങ്കര അടുപ്പമാണ്. അപ്പം ഇങ്ങനെ മൂക്കി തൊടാൻ പകരം ഇങ്ങനെ വന്ന് മൂക്കി തന്നു. അതായത് ചൈനയ്ക്ക് കൊടുത്തവർ, ചൈനയുടെ എഞ്ചിനാണ്, ഈ എഞ്ചിൻ റഷ്യനാണ്. അപ്പോൾ റഷ്യൻ സാധനം കറങ്ങിത്തിരിഞ്ഞ് ഇന്ത്യയുടെ നെഞ്ചത്ത് തന്നെ വന്ന് JF-17 എന്ന് പറഞ്ഞ് ചൈന ഇവന് കൊടുക്കും. അത് എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളത് അത് വേറെ കാര്യം. പക്ഷെ അത് റഷ്യൻ ടെക്നോളജിയാണ്. അപ്പോൾ റഷ്യ നമുക്കെതിരായി. അപ്പം നമുക്കൊരു വലിയ ബുദ്ധിമുട്ടായി. പ്യൂട്ടിനും ഒക്കെ ഭയങ്കര സ്നേഹമാണ്, കെട്ടിപ്പിടുത്തമൊക്കെ ഉണ്ട് ഇപ്പോഴും നമ്മളെ ഒരു വളഞ്ഞ പാര. പക്ഷെ അതൊരു പാരയാണ് നമുക്ക്. അപ്പം സോ ദിസ് ക്യാൻ ഹാപ്പൻ. ഇതാണ് ഈ ജിയോ പൊളിറ്റിക്സ് ഫ്ലൂയിഡാണ്. ഓക്കെ സാർ, അങ്ങ് പറഞ്ഞത് ഈ അഗ്നി 6ന്റെ അതിലേക്ക് അങ്ങ് പറഞ്ഞു അല്ല, അഗ്നി 6ൽ വേറെ ചില പ്രത്യേകതകൾ കൂടെ ഉണ്ട്. അല്ല, അത് പറയാം കമ്മിങ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് USA ഒരു ഡിറ്ററൻസ് പവർ നമുക്ക് ആണ് നമ്മുടെ ഭാഗത്ത്. എന്ന് പറഞ്ഞാൽ നമ്മളെ ആക്രമിച്ചാൽ ഞങ്ങളുടെ കയ്യിലും ഒരു സാധനമുണ്ട്, അതാണ് ഈ അഗ്നി 6. കാര്യം എന്ന് പറഞ്ഞാൽ 24,000 30,000 കിലോമീറ്റർ ആണ് അതിൻ്റെ വേഗത, സ്പീഡ്. മണിക്കൂറിൽ 30,000 എന്ന് പറഞ്ഞാൽ 25 മിനിറ്റ് കൊണ്ട് US കോണ്ടിനെന്റിൽ എത്താം. അവർക്ക് ഇപ്പോൾ USA-ക്കും ചൈനയ്ക്കും റഷ്യയ്ക്കും ഇന്ത്യയിലെത്താമല്ലോ അവരുടെ മിസൈൽ വെച്ച്. അപ്പം നമ്മൾ തിരിച്ചും ചെയ്തതന്നേ ഉള്ളൂ. അത് ഞങ്ങളെ എയിം ചെയ്തു, പക്ഷേ അല്ല ഞങ്ങൾ നിങ്ങളെ എയിം ചെയ്യും, പക്ഷെ നിങ്ങളും മിണ്ടിപ്പോരും. അത് പറ്റൂല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാലഘട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ല, ചൈനയ്ക്ക് എപ്പാണെങ്കിലും മിസൈൽ വിടാമല്ലോ അവിടെ USA-ക്ക്. എന്നിട്ട് ട്രംപ് വന്ന് കെട്ടിപ്പിടിച്ചില്ലേ ഷീ ജിൻപിങ്ങിനെ. അതെ. അപ്പം അതൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇന്ത്യ അഗ്നി 6 പരീക്ഷിക്കാൻ പാടില്ല എന്നല്ലാതെ നമ്മുടെ ഡിഫറൻസ് ആണ്. ഇതിന്റെ കൂടെയാണ് ഞാൻ മോഡിജിയുടെ മറ്റേ വിസിറ്റിന്റെ, അത് നമുക്ക് അടുത്ത എപ്പിസോഡ്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ അതിനകത്ത്. ഈ മണിക്കൂറിൽ 30,000 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ പറഞ്ഞതുപോലെ 15,000 കിലോമീറ്റർ റേഞ്ചുള്ള മിസൈൽ, ഒപ്പം അങ്ങ് പറഞ്ഞു ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ ആണവ പോർമുനകൾ ഘടിപ്പിക്കാൻ കഴിയും, ബാലിസ്റ്റിക് മിസൈലാണ്. പക്ഷേ ഇത് മാത്രമല്ല, ഇതിൽ 15ഓളം മിസൈലുകൾ ഘടിപ്പിക്കാൻ കഴിയുമെന്ന് കേട്ടിട്ടുണ്ട്. അതായത് പോകുന്ന വഴിക്ക് തന്നെ വേറെ ഏതെങ്കിലും MIRV ഈ മിസൈലിന് അതിന് പറയാൻ വിട്ടുപോയതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിന് MIRV മൾട്ടി ഇൻഡിപെൻഡൻറ്റ് ടാർഗറ്റിംഗ് റീ എൻട്രി വെഹിക്കിൾ എന്നാണ് പറയുന്നത്. അതായത് ഇങ്ങനെ മോളിൽ പോയിട്ട് പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇതിനകത്ത് ഇപ്പോൾ പറയുന്നത് 10 ഉള്ളെന്നാണ്, 15ഓളം. ഒരെണ്ണം ചൈനയ്ക്ക് പോവും, ഒരെണ്ണം കറാച്ചിയിൽ പോവും, ഒരെണ്ണം വേറെ സ്ഥലത്തോട്ട് പോകും, ഒരെണ്ണം അവരുടെ യൂറോപ്പിലോട്ട് പോകാം. അങ്ങനെ
ഡിഫറെൻറ്റ്, അത് ഭയങ്കര ഡെഡ്ലിയാണ്, ലീത്തലാണ് ഈ MIRV കേപ്പബിലിറ്റി. MIRV കേപ്പബിലിറ്റിയും കൂടെ ഉണ്ട്, അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ പരീക്ഷിക്കുകയാണ് ചെയ്തത്. അത് അഗ്നി 5-ലുണ്ടായിരുന്നു, പക്ഷെ അഗ്നി 6-ൽ അത് ഫുൾ ഫ്ലഡ്ജിലായി. അതായത് അതിൻ്റെ സമ്പൂർണ്ണമായ ഒരു സ്വഭാവത്തിലേക്ക് അത് കടന്നു വന്നു. അപ്പോൾ ശരിക്കും ഈ അഗ്നി 6 ഒരു ബ്രഹ്മാസ്ത്രം തന്നെയാണ്. ബ്രഹ്മാസ്ത്രം നമ്മൾ സൂപ്പർ പവറിലെ സ്റ്റാറ്റസിൽ ഇന്ത്യയെ സൂപ്പർ പവർ, ഇന്ത്യ ഒരു 3rd സൂപ്പർ പവർ എന്ന് വേണമെങ്കിൽ പറയാം. അത് പെട്ടെന്ന് യൂറോപ്യൻസും അവരിവരൊന്നും നമുക്ക് റഷ്യ പോലും അവർക്ക് അത്ര താല്പര്യമില്ല. പക്ഷേ സാർ, ഈ വിദേശ മാധ്യമങ്ങൾ പലതും ഇതിനെക്കുറിച്ചൊക്കെ അവർ പലരും അങ്ങനെയാണല്ലോ നമുക്കിത് മനസ്സിലാവുന്നത്. പല ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി അവരെ എഴുതുന്നുണ്ട്. അപ്പോൾ അതൊരു സത്യമാണ്. ഇത് നമ്മളിപ്പം എന്തായാലും കഴിഞ്ഞ ഒരു വർഷമായിട്ടുള്ള ഇന്ത്യയുടെ പല സംഗതികളും ഇപ്പോൾ ഒരു മെനഞ്ഞാന്ന് 18-ാം തീയതി, മെയ് 18-ാം തീയതി ഇത് ഇന്ത്യ പരീക്ഷിച്ചിട്ടുണ്ട്. മറ്റേ ഡ്രോൺ മിസൈൽ, നോട്ട് ഡ്രോൺ അലോൺ, ഡ്രോൺ മിസൈൽ. ഹെൽഫയർ എന്ന് പറഞ്ഞ ഒരു ഭയങ്കര ഫേമസ് റിനൗണ്ട് മിസൈലുണ്ട് USA-യുടെ. അത് കംപ്ലീറ്റ് 100% അതേ മോഡലിൽ, അതും ഈ സൂപ്പർ പവർ സ്റ്റാറ്റസ് കിട്ടാൻ കാരണമാണ്. ഇതെല്ലാം നമ്മൾ തദ്ദേശീയമായിട്ട് ഡെവലപ്പ് ചെയ്തത്, ഇതൊന്നും നമ്മൾ ആരെയൊന്നും ടെക്നോളജി ഒന്നും വാങ്ങിയതല്ല. ഒരെണ്ണം ഒഴിച്ച് അതിനാണ് അദ്ദേഹം അവിടെ പോയത്. അത് നമുക്ക് അടുത്തതിൽ പറയാം. എന്തായാലും സാർ, അപ്പോൾ നമ്മുടെ രാജ്യം ഒരു സൂപ്പർ പവർ പദവിയിലേക്ക് ഉയർന്നിരിക്കുന്നു. ഒപ്പം ഈ ലോകരാഷ്ട്രങ്ങളെ, അമേരിക്കയെ പോലും. ഒരു സെക്കൻഡ്, ഈ അഗ്നി 6 ഒക്കെ വരുമ്പം ഉള്ള ഒരു സംഗതി, ഏത് രാജ്യത്തിൻ്റെയാണോ ആ രാജ്യത്തിൻ്റെ എയർ ഡിഫൻസ് മെക്കാനിസം സാച്ചുറേറ്റഡ് ആവും. അതിനെ മരവിപ്പിക്കും. അങ്ങനെയും കൂടെ സംഗതി, അങ്ങനെ ഒരു സംഗതി അതും കൂടെ ആയിട്ടാണ്. പിന്നെ ഈ ഇത് വിടുമ്പം നാവിഗേഷൻ സിസ്റ്റം വേണമല്ലോ. ഒന്ന് ഈ GPS അമേരിക്കൻ, അത് നമ്മളിപ്പം ഇതിൽ നമുക്ക് പാര വെച്ച് അവർ മറ്റേ കാർഗിൽ ഇതിന് അവർ ഓഫ് ചെയ്ത് കളഞ്ഞു. അപ്പം അതിനുശേഷം നമ്മുടെ സ്വന്തമായിട്ടുള്ള INS എന്ന് പറഞ്ഞുകൊണ്ട് DRDO ഡെവലപ്പ് ചെയ്തത്. പിന്നെ ഗ്ലോനോസ്, അത് റഷ്യയുടെ പാർഷ്യലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം INS-ഉം ഗ്ലോനോസും പിന്നെ നമ്മുടെ സാറ്റലൈറ്റ് വഴി ഈ INS-ന് ഇത് വേണ്ട, സാറ്റലൈറ്റ് വേണ്ട. INS-ന് സാറ്റലൈറ്റ് വേണ്ട. നമ്മുടെ സബ്മറൈനിൽ ഉപയോഗിക്കുന്ന INS ആണ്. മറ്റേ മിസൈലുകൾ നമ്മുടെ ഇന്ത്യൻ സാറ്റലൈറ്റ് പ്ലസ് INS മാത്രം പറ്റില്ല. INS പ്ലസ് ഇന്ത്യൻ സാറ്റലൈറ്റ് ഉപയോഗിക്കുന്നതാണ് അഗ്നി 6-ഉം നമ്മുടെ ഇത് സബ്മറൈൻസ്. പക്ഷെ നമ്മൾ അല്ലാതെയുള്ള പല കാര്യങ്ങൾക്കും റഷ്യയുടെ ഗ്ലോനോസ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, റഷ്യനാണ്. പക്ഷേ ഇപ്പോഴത്തെ ഇതനുസരിച്ച് നമുക്ക് ആരെയും വിശ്വസിക്കാൻ നിർത്തില്ല. അതുകൊണ്ട് പലതും നമ്മൾ സ്വിച്ച് ഓവർ ചെയ്യണം. INS-ലേക്കും പിന്നെ ഇതിലേക്ക് സാറ്റലൈറ്റിലോട്ടും. ഈ എല്ലാ അർത്ഥത്തിലും നമ്മൾ ഒരു സൂപ്പർ പവറായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സാമ്പത്തികമായിട്ടും നമ്മൾ വലിയ മുന്നേറ്റമാണ്. അതുപോലെ തന്നെ ആയുധശക്തിയിലും നമ്മളിന്ന് ലോകത്തെ ഈ ട്രയഡിൻ്റെ ഞാൻ പറഞ്ഞില്ല. ട്രയഡ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ട്രയഡ് കപ്പാസിറ്റി വന്നാലേ സൂപ്പർ പവർ ആവുള്ളൂ. ന്യൂക്ലിയർ ട്രയഡ് എന്ന് വെച്ച് ഞാൻ ഉദ്ദേശിച്ചത് സൂപ്പർ പവർ ആവാനായിട്ടുള്ള ഒരു അത്യാവശ്യം ക്വിൻറ്റസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പാരാമീറ്ററാണ് ട്രയഡ്. ഈ ന്യൂക്ലിയർ ട്രയഡ് എന്ന് പറയുന്നത് എയർഫോഴ്സ്, നേവി, ആർമി, മിസൈൽ, റോക്കറ്റ് ഫോഴ്സ്. നമ്മൾ റോക്കറ്റ് ഫോഴ്സ് ഇപ്പോൾ കഴിഞ്ഞ മാസം ഉദ്ഘാടനം നടത്തിയുള്ളൂ. നമ്മൾ ഇത് നാലും കൂടെ ഒരുമിച്ച് കൺട്രോൾ. അതാണ് ന്യൂക്ലിയർ ട്രയഡ്. അത് സബ്മറൈൻ കൂടെ ചേരുമ്പോഴാണ് ന്യൂക്ലിയർ സബ്മറൈൻ ഈ ന്യൂക്ലിയർ ട്രയഡിൽ ചേരുമ്പോഴാണ് ഈ സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി വരുന്നത്. സൂപ്പർ പവർ ആവണമെങ്കിൽ ഈ സെക്കൻഡ് സ്ട്രൈക്ക്, ഇവിടെ നമുക്ക് മിസൈൽ വീണ് ന്യൂക്ലിയർ എവിടെയെങ്കിലും എന്തെങ്കിലും അത്യാഹിതം വന്നാൽ തിരിച്ചടിക്കാൻ സബ്മറൈൻ ഇതെല്ലാം പാരലൈസ്ഡ് ആയി പോയി തിരിച്ചടിക്കാൻ നമുക്ക് സബ്മറൈൻ അവിടെ നിന്ന് അവരെ നേരിടാം. സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി. അപ്പൊ ഇതെല്ലാം കൂടെ പ്ലാൻ ബി എന്നൊക്കെ നമ്മൾ പറയുന്നത്. പ്ലാൻ ബി അല്ല, അത് പ്ലാൻ എ തന്നെ. അതാണല്ലോ ഡിറ്ററൻസ്. മറ്റുള്ള രാജ്യങ്ങൾക്ക് ഇവനെ ചൊറിഞ്ഞ നമുക്കും കിട്ടും എന്നുള്ള. അതുകൊണ്ടാണല്ലോ പിന്നെ നോർത്ത് കൊറിയ USA ഒന്നും ചെയ്യാത്തത്. നോർത്ത് കൊറിയ അല്ല, വേറൊന്നുമല്ല, പ്രാന്തന്മാരാണ്. അവന്മാരുടെ വല്ല മിസൈലും എടുത്ത് ന്യൂയോർക്കിലും അവനെ ചിലപ്പോൾ ഭസ്മമാക്കാൻ പറ്റും.
പക്ഷെ അതുകൊണ്ട് തീർന്നില്ലല്ലോ, അവിടെയും അപ്പുറത്തൊന്നും നാശം ഉണ്ടാവില്ല. വലിയ നാശമാണ്. അതാണ് ഡിറ്ററൻസ്. ആ ഒരു ഡിറ്ററൻസ് ഇന്ത്യക്കില്ല. ആ ഭയം ഇപ്പൊ അമേരിക്ക ഇപ്പൊ എല്ലാവർക്കും ഉണ്ട്, അമേരിക്കയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട്. നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും തിരിച്ചു വരാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം. വന്ദേ മാതരം.